നമ്മളെല്ലാവരും സന്തോഷത്തെ കാത്തിരിക്കുന്നവരാണല്ലേ. കുറേ പൈസ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഹാപ്പിയാവും, നല്ലൊരു വീട് കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഹാപ്പിയാവും, നല്ലൊരു പാർട്ട്ണറിനെ കിട്ടിക്കഴിയുമ്പോൾ ഞാൻ ഹാപ്പിയാവും. ഇങ്ങനെ സന്തോഷം എന്തെങ്കിലും ഒരു കാലത്ത് നമ്മളിലോട്ട് വരും എന്ന് വിചാരിച്ച് കാത്തിരിക്കാറുണ്ട്. പക്ഷേ ആരും നമുക്ക് കൊണ്ടുവന്ന് സന്തോഷം തരത്തില്ല. അപ്പോൾ സന്തോഷം നിങ്ങളുടെ ലൈഫിൽ വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്തു കളയേണ്ട ഒരു കാര്യമുണ്ട്. അതാണ് കമ്പാരിസൺ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു 24 വയസ്സുള്ള പയ്യൻ, പുള്ളിക്കാരൻ കുറേ കഷ്ടപ്പെട്ട് കുറേ ടൈം എടുത്ത് പഠിച്ചിട്ടാണ് നല്ലൊരു ജോലി ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ 24 വയസ്സിൽ കിട്ടിയത്. നല്ല സാലറി ഉള്ള ഒരു ജോലി. പുള്ളി ജോലിക്ക് കയറി കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഫ്രീ ടൈം കിട്ടിയപ്പോൾ ഒന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും 24 വയസ്സുള്ള പുള്ളിയുടെ സെയിം തന്നെ പ്രായമുള്ള ഒരു കോണ്ടന്റ് ക്രിയേറ്റർ നല്ല ലക്ഷക്കണക്കിന് ഏൺ ചെയ്യുന്നു, വീട് മേടിച്ചു, കാർ മേടിച്ചതിൻ്റെ ഒരു വീഡിയോ ആയിരുന്നത്. അത് കാണുമ്പോൾ തന്നെ പുള്ളിക്കാരൻ കമ്പയർ ചെയ്യാണ്. 24 വയസ്സുള്ള ഞാൻ ആകെപ്പാട് ജോലി മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഇത്രയും നാളായിട്ട്. പുള്ളി ഇവിടെ വീടും കാറും ലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നുണ്ട്. ഒട്ടനെ തന്നെ പുള്ളിക്ക് കിട്ടിയ ജോലിക്ക് ഒരു വിലയില്ലാണ്ടാവുകയാണ്. എത്ര പെട്ടെന്നല്ലേ പുള്ളിയുടെ മുഖത്തുണ്ടായിരുന്ന സന്തോഷം ഇല്ലാണ്ടായത്. ഇന്നലെ വരെ പുള്ളിക്ക് കിട്ടിയ ജോലിയിൽ പുള്ളി ഭയങ്കര പ്രൗഡായിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു, എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ ഇത്ര പെട്ടെന്നാണ് പുള്ളിക്കാരൻ്റെ സന്തോഷം കമ്പാരിസൺ മോഷ്ടിച്ചുകൊണ്ട് പോയത്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും ലൈഫിലെ അവസ്ഥ. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനിയും നിങ്ങളുടെ സന്തോഷം ഈ കമ്പാരിസൺ മൂലം കളയണോ വേണ്ടയോ എന്നുള്ളത്. അടുത്തത് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ്. എന്തൊക്കെ ലൈഫിൽ നല്ലത് നടന്നിട്ടുണ്ടെങ്കിലും സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ഞാൻ എപ്പോഴും കിട്ടാത്തതിനെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരാളായിരുന്നു. കിട്ടിയതിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കാറില്ല, കംപ്ലയിൻസ് മാത്രമേ പറയാറുള്ളൂ. ഒന്നിനൊരു തൃപ്തി വരാറില്ലായിരുന്നു. എപ്പോഴാണോ ഞാൻ കിട്ടിയതിനെ ഓർത്ത് നന്ദി പറയാൻ തുടങ്ങിയത്, അല്ലെങ്കിൽ അത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയത്, അന്ന് തൊട്ടാണ് എൻ്റെ കളഞ്ഞുപോയ സന്തോഷം തിരിച്ചു കിട്ടാൻ തുടങ്ങിയത്. നിങ്ങളുടെ ലൈഫിലും ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ചുറ്റും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് സന്തോഷം തരുന്നത്. അതിനൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ച് നന്ദി പറയാൻ തുടങ്ങുക. അതിനുശേഷം ഉണ്ടല്ലോ, ഏത് നേരവും നെഗറ്റീവ് മാത്രം ചിന്തിക്കുന്നതിൽ നിന്ന് നിങ്ങൾക്ക് നല്ല നല്ല കാര്യങ്ങൾ നോട്ടീസ് ചെയ്യാൻ പറ്റും. ചെറിയ ചെറിയ പ്രോഗ്രസ് ആണെങ്കിലും നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങും. ലൈഫിൽ നിങ്ങൾ എത്ര ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും രാവിലെ അതിനുവേണ്ടി ഒരു 5 മിനിറ്റ് എങ്കിലും മാറ്റിവെക്കാൻ തയ്യാറാവണം. അടുത്തത്, മൂവ് യുവർ ബോഡി ഡെയിലി. നമ്മുടെ ബോഡി അനങ്ങുമ്പോൾ നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു? ഫീൽ ഗുഡ് ഹോർമോൺസ് ആയ എൻഡോർഫിൻ, സെറാട്ടോണിൻ റിലീസ് ചെയ്യുന്നു. അതിലൂടെ നമുക്കൊരു പ്ലഷർ കിട്ടുന്നു, ഒരു സന്തോഷം കിട്ടുന്നു. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു മൂഡ് ലിഫ്റ്ററാണ്. അതുപോലെ നമ്മളുടെ ബോഡിയിൽ സ്ട്രെസ്സ് ഡിപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ, സ്റ്റക്കായിട്ട് നിൽപ്പുണ്ടെങ്കിൽ, നമ്മൾ ബോഡി മൂവ്മെൻറ്റ് നടത്തുമ്പോഴാണ് എനർജി ആയിട്ട് റിലീസ് ആവുന്നത്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് റിലീസ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്യണം. അല്ലാണ്ട് ഏത് നേരം ഇരുന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് ഡിപ്പോസിറ്റ് ആയിക്കൊണ്ടേയിരിക്കും, സ്ട്രെസ്സ് കൂടുതൽ അക്യുമുലേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. സോ അതിനാണ് ഈ ബോഡി മൂവ്മെൻറ്റ് ഭയങ്കര നെസസറി എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ഹെൽത്തി കണക്ഷൻ. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്, നമുക്കൊരു നല്ല ഹാപ്പി ആയിട്ടുള്ള സർക്കിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, കുറച്ച് ആൾക്കാരായിട്ട് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ അവരുടെ കൂടെ ഹാപ്പി ആയിരിക്കും. അതേസമയം ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അൺഹാപ്പി ആയിരിക്കും. ഇത് സ്പെഷ്യലായിട്ട് വരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ നിന്നിട്ട് അത് മനസ്സിലാക്കിയിട്ടും അവിടെ തന്നെ നിന്നിട്ട് വീണ്ടും എൻ്റെ ലൈഫ് അൺഹാപ്പിയാണെന്ന് പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പം എനിക്ക് നിങ്ങൾക്ക് കൊണ്ടൊന്ന് സന്തോഷം കൊണ്ടു തരാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നിങ്ങളായിട്ട് തീരുമാനിക്കുക ഏത് ഗ്രൂപ്പിൽ സ്പെൻഡ് ചെയ്യണമെന്നുള്ളത്. പിന്നെ ഇപ്പോൾ പല ആൾക്കാരുടെയും പ്രശ്നമാണ്, അല്ലെങ്കിൽ പരാതിയാണ്, ഒറ്റയ്ക്ക് ഇരിക്കുന്നതാണ് നല്ലത്, കുറേ കണക്ഷൻസ് ഉണ്ടായിട്ട് കാര്യമില്ല, ആരെയും വിശ്വസിക്കാൻ കൊള്ളത്തില്ല, എല്ലാം പറ്റിയിട്ടാണ് ഈ ജനറേഷനിൽ നിന്നൊക്കെ. അതുള്ള കാര്യമാണ്. നമുക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ളവരൊന്നും എല്ലാവരും അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് തന്നെയാണ് നല്ലത്. കാരണം അവരുടെ കൂടെ പോയി നമ്മുടെ എനർജി നമ്മൾ കളയുന്നതിന് പകരം നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മളെ ഹാപ്പി ആക്കാൻ നോക്കുക. അതിന് ഏറ്റവും ബെസ്റ്റാണ് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. ക്രിയേറ്റ് സ്മോൾ മൊമെൻറ്റ്സ് ഓഫ് ജോയ് എവറി ഡേ. എല്ലാ ദിവസവും നമുക്ക് വേണ്ടി കുറച്ച് നേരം സമയം കണ്ടെത്തുക. ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കുക. ഒരു മണിക്കൂറെങ്കിലും ഫോണൊന്നും ഇല്ലാണ്ട് വെറുതെ ഒറ്റയ്ക്ക് ചായയൊക്കെ കുടിച്ച് സൺസെറ്റൊക്കെ കണ്ടിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താ, നിങ്ങളുടെ വീക്ക്നെസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഫേവറേറ്റ് എന്താ, ഇഷ്ടമല്ലാത്ത എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസിയാണ് നിങ്ങളെ ഹാപ്പി ആക്കി വെക്കുക. ചിലർക്ക് നല്ലൊരു ഫുഡ് കുക്ക് ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, ചിലർക്ക് എന്തായിരിക്കും ട്രാവൽ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, സൺസെറ്റ് കാണുന്നതായിരിക്കും ഇഷ്ടം, നല്ലൊരു പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇഷ്ടം. നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം അത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതെന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് എല്ലാ ദിവസവും അതിനുവേണ്ടി ഒരു ടൈം മാറ്റി വയ്ക്കുക. നമ്മളെ ഹാപ്പി ആക്കാൻ നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത്, ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നറിയോ. ചെറിയ ചെറിയ മൊമെൻറ്റ്സ്, ചിലപ്പോൾ ഒരു കാറ്റായിരിക്കാം, ചിലപ്പോൾ ഒരു എന്താ പറയുക, വെറുതെ ഒരു ചായ കുടിച്ചിരിക്കുന്നതായിരിക്കും. ഇതിലൊക്കെ നമ്മൾ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളത് വലിയ കാര്യമാണ്. അതുപോലെ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കരധികം ഹാപ്പിനെസ് തരുന്ന വേറൊരു കാര്യമാണ് സ്പിരിച്വാലിറ്റി. എൻ്റെ കണ്ണിൽ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് നമ്മളെക്കാളും ഹയർ പവറുള്ള, നമ്മളെക്കാളും വലിയൊരു ശക്തിയുമായിട്ട് ഒരു കണക്ഷൻ വയ്ക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ജീസസുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതെല്ലാ ദിവസവും മെയിൻറ്റെയിൻ ചെയ്ത് പോവുക. എല്ലാ ദിവസവും ഒരു കോൺവെർസേഷൻ, ഞാനതാണ് ചെയ്യുന്നത്. എന്താ പറയുക, ഒരു
കൂട്ടുകാരനോട് സംസാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കൂട്ടുകാരോട് സംസാരിക്കുന്ന പോലെ ഒരു കണക്ഷൻ വെക്കുക. എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ കാര്യങ്ങളൊക്കെ ഒരു മോർണിംഗ് റുട്ടീനിൽ പ്രയർ ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക്കലി. പിന്നെ നമുക്ക് ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നെന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ഒരു പവർ, ഒരു ശക്തി, ഒരു ധൈര്യം, ഒരു കറേജ്. പണ്ടൊക്കെ ലൈഫിൽ ഫെയിൽ ആവുമെന്ന് പഠിച്ചിട്ട് ഞാനൊന്നും ട്രൈ ചെയ്തില്ലാത്ത ഒരാളായിരുന്നു. അല്ലെങ്കിൽ പെട്ടെന്ന് ക്വിറ്റ് ചെയ്ത് പോകുന്ന ഒരാളായിരുന്നു, ഗിവപ്പ് ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഫെയിൽ ആയാലും ഞാൻ ട്രൈ ചെയ്യുന്നു. വീണ്ടും വീണ്ടും മുന്നോട്ട് പോകാനുള്ളൊരു ധൈര്യം, ഒരു ശക്തി, ഒരു സമാധാനമാണ് അൾട്ടിമേറ്റ്ലി ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഇതിനപ്പുറത്തേക്ക് എനിക്കിതിനെ വിശദീകരിച്ച് പറയാൻ എനിക്കിപ്പോഴും അറിയില്ല കേട്ടോ. നെക്സ്റ്റ് പോയിന്റ് വന്നിട്ട് ലിവിങ് ഇൻ ദ പ്രസൻറ്റ് മൊമെൻറ്റ്. കുറച്ചാൾ മുമ്പ് ഞാൻ ഇങ്ങനെ ബാൽക്കണി പോയിട്ട് സൺസെറ്റൊക്കെ കണ്ട് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ടീയൊക്കെ എടുത്ത് വന്നിരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ എൻജോയ് ചെയ്ത്, നല്ല കിട്ടില്ല വ്യൂ ആണ് കേട്ടോ. അതിങ്ങനെ എൻജോയ് ചെയ്ത് ഒരു 5 മിനിറ്റ് ഇരുന്നു. 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കുടുകൂട വെള്ളം വരാൻ തുടങ്ങി. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ നടന്ന ഒരു പഴയ ഇൻസിഡൻറ്റ് ഓർത്ത് ഞാൻ വിഷമിക്കുകയാണ് അവിടെ ഇരുന്ന്. ഞാനവിടെ ഫിസിക്കലി പ്രസൻ്റ് ആണെന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സ് പാസ്റ്റിലാണെന്ന്. നമ്മളാരും പ്രസൻറ്റിൽ ജീവിക്കുന്നില്ല. നമ്മളെല്ലാവരും പാസ്റ്റിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഓർത്തിട്ട് വറീഡായിട്ടാണ് ജീവിക്കുന്നത്. പ്രസൻറ്റിൽ ജീവിച്ചാലല്ലേ നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ചിരുന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് പ്രസൻറ്റ് മൊമെൻറ്റ് എൻജോയ് ചെയ്യാൻ പറ്റുന്നത്? എൻ്റെ കയ്യിൽ എൻ്റെ ഫേവറേറ്റ് ടീ ഉണ്ടായിരുന്നു, ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വ്യൂ ഉണ്ടായിരുന്നു, എൻജോയ് ചെയ്യാൻ പറ്റിയ എല്ലാ മൊമെൻറ്റും അവിടെ ഉണ്ടായിരുന്നു. ഇത്ര ഈസി ആയിട്ടാണ് ഞാൻ പാസ്റ്റിലെ കാര്യം ആലോചിച്ച് ആ മൊമെൻറ്റ് നശിപ്പിച്ച് കളഞ്ഞത്. ഇപ്പോൾ ഉണ്ടല്ലോ, ഞാൻ കഴിഞ്ഞു പോയ കാലങ്ങൾ ഓർത്ത് വിഷമിക്കുകയാണ്. അന്നൊക്കെ എന്ത് രസമായിരുന്നു. പക്ഷേ അന്ന് ഞാനെന്താ വിചാരിച്ചുകൊണ്ടിരുന്നത്, ഇതൊക്കെ എന്ത് മോശം ദിവസങ്ങളാണ്, ഇന്ന് കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഇപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു അന്നായിരുന്നു നല്ലതെന്ന്. ഇതാണ് നമ്മളിൽ പലരുടെ അവസ്ഥ. നമ്മൾ പ്രസൻറ്റിലല്ല ജീവിച്ചുകൊണ്ടിരുന്നത്. അന്ന് എനിക്ക് കിട്ടിയ ഹാപ്പി മൊമെൻറ്റ്സ് എൻജോയ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞാനിന്ന് കുറ്റം പറയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ഇങ്ങനെ ഗിൽട്ട് അടിക്കേണ്ട ആവശ്യമുണ്ടോ? അന്ന് ഞാൻ എന്ത് ചെയ്തു? പാസ്റ്റിലെ കാര്യം ആലോചിച്ച് കംപ്ലയിൻസും പറഞ്ഞ് നെഗറ്റീവും ചിന്തിച്ച് നല്ല കുറേ മൊമെൻറ്റ്സ് നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് ഇന്നിരുന്ന് ആലോചിക്കുകയാണ് അതായിരുന്നു നല്ലതെന്ന്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, പാസ്റ്റ് ഈസ് പാസ്റ്റ്. കഴിഞ്ഞു പോയ കാലം ഓർത്ത് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. അത് കഴിഞ്ഞതാണ്, അത് എൻഡായി, ചാപ്റ്റർ ക്ലോസ് ആയി. നമുക്ക് ട്രെയിൻ ട്രാവൽ ചെയ്ത് നമുക്ക് പുറകിലോട്ടൊന്നും പോകാനുള്ള മെഷീനൊന്നും ഇല്ല. പിന്നെ ഉള്ളത് ഫ്യൂച്ചറിനെ പറ്റി വറീഡ് ആവുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ ലൈഫ് ജീവിച്ചു. നിങ്ങൾ പ്ലാൻ ചെയ്ത പോലെ തന്നെയാണോ നിങ്ങളുടെ ലൈഫ് പോയത്? അല്ലല്ലോ. ചിലരുടെയൊക്കെ ലൈഫ് പ്ലാൻ ചെയ്ത പോലെ ആയിരിക്കും പോയത്. എൻ്റെ ലൈഫ് ഞാൻ പ്ലാൻ ചെയ്ത പോലെയേ അല്ല പോയത്. ഞാൻ പ്ലാൻ ചെയ്തത് ഇങ്ങോട്ടാണെങ്കിൽ നടന്നത് അങ്ങോട്ടാണ്. രണ്ട് ദിക്കിലോട്ടാണ് പോയേക്കുന്നത്. അതുകൊണ്ട് ഫ്യൂച്ചർ അൺപ്രഡിക്റ്റഡ് ആണ്. ഇപ്പം നിങ്ങൾക്ക് എന്താണുള്ളത് ചെയ്യാൻ? പ്രസൻറ്റ് മൊമെൻ്റ് ആണുള്ളത്. ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തൊക്കെയാണോ നേടിയെടുക്കാനുള്ളത് അതിനു വേണ്ടി കഷ്ടപ്പെടുക. ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്ത് ജീവിക്കുക. ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റ് വന്നിട്ട്, ഡു സംതിങ് ദാറ്റ് വിൽ ഗിവ് യു എ സെൻസ് ഓഫ് പർപ്പസ്. പല ആൾക്കാരും അവരുടെ ലൈഫിൽ സന്തോഷമില്ലാത്തത് അല്ലെങ്കിൽ മറ്റ് പല ആൾക്കാരിലും ഓവർലി ഡിപ്പെൻഡഡ് ആവുന്നതിൻ്റെ മെയിൻ റീസൺ വന്നിട്ട് അവരുടെ ലൈഫിൽ ഒരു ലക്ഷ്യവും പർപ്പസോ ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടി എന്നുള്ളൊരു ലക്ഷ്യം, ഒരു ഗോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിയുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഷിഫ്റ്റ് ആവുകയാണ്. നിങ്ങളുടെ മെയിൻ ഫോക്കസ് നിങ്ങളോട് തിരിയുമ്പോൾ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കാൻ തുടങ്ങും, ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങും, നിങ്ങളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രോഗ്രസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എൻ്റെ ഡേ ടു ഡേ ബേസിസിൽ എനിക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഹാബിറ്റ് ട്രാക്കറിൽ എൻഡ് ഓഫ് ദ ഡേ ടിക്ക് ഓഫ് ചെയ്യാന്നുള്ളത്. രാവിലെ തൊട്ട് അതിലുള്ള എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ട് രാത്രി വന്നിട്ട് അത് മൊത്തം ഇങ്ങനെ ടിക്കിട്ട് കഴിയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ട്. അതുപോലെ തന്നെയാണ് ഡെയിലി ബേസിസിൽ വർക്കൗട്ട് ചെയ്തിട്ട് ഒരു 10 ദിവസം 20 ദിവസമൊക്കെ കഴിഞ്ഞ് കണ്ണാടി നോക്കുമ്പോൾ നമ്മുടെ ബോഡി ഫിറ്റായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ്, നമുക്ക് കിട്ടുന്ന സന്തോഷം. ഇങ്ങനെയുള്ള സന്തോഷങ്ങളാണ് കേട്ടോ നമ്മൾ ഇൻറ്റേർണലി ബിൽഡ് ചെയ്തെടുക്കേണ്ടത്. അല്ലാണ്ട് എക്സ്റ്റേണലായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ വരും പോകും. പക്ഷേ ഇൻറ്റേർണലി നമ്മൾ ഒരു ഹാപ്പിനെസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ പെട്ടെന്നൊന്നും പോകില്ല. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഏത് പോയിൻ്റാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്തേക്ക്. അതുപോലെ തന്നെ നെക്സ്റ്റ് കോണ്ടൻറ്റ് ഏതാണ് വേണ്ടതെന്നുള്ള സജഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്തേക്കോട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും ബൈ.